നമസ്കാരം. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA നിയമ ഭേദഗതി ബില്ലിനെതിരെ കടുത്ത വിമർശനവുമായി അമേരിക്കൻ കോൺഗ്രസ് അംഗം റൈലി മൂർ. നിർദ്ദിഷ്ട ഭേദഗതികൾ ക്രിസ്ത്യാനികൾക്കെതിരായ നേരിട്ടുള്ള ആക്രമണമാണെന്നും ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സഭകളുടെയും ക്രൈസ്തവ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളുടെയും നിയന്ത്രണം കൈക്കലാക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് നിയമ ഭേദഗതിയെന്ന് അദ്ദേഹം ആരോപിച്ചു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ ഭേദഗതി ബിൽ 2026 വലിയ തർക്കങ്ങൾക്ക് വഴി തുറക്കുന്നതിനിടെയാണ് US ജനപ്രതിനിധിയുടെ പ്രതികരണം. സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് റൈലി മൂർ ഇന്ത്യയിലെ ക്രൈസ്തവ പാരമ്പര്യത്തെയും നിർദ്ദിഷ്ട നിയമ ഭേദഗതിയെയും കുറിച്ച് തന്റെ ആശങ്ക രേഖപ്പെടുത്തിയത്. സെന്റ് തോമസിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ച് അമേരിക്കൻ ജനപ്രതിനിധി യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഏതാനും പതിറ്റാണ്ടുകൾക്ക് ശേഷം സെന്റ് തോമസ് അപ്പസ്തോലൻ മലബാർ തീരത്തെത്തിയതു മുതൽ ആരംഭിക്കുന്ന ദീർഘമായ ക്രൈസ്തവ ചരിത്രമാണ് ഇന്ത്യക്കുള്ളതെന്നും റൈലി മൂർ കുറിച്ചു. ഈ പാരമ്പര്യം നിലനിൽക്കെ തന്നെയാണ് സഭകളുടെയും ക്രൈസ്തവ ധർമ്മസ്ഥാപനങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കാൻ സർക്കാരിന് അനുമതി നൽകുന്ന രീതിയിൽ FCRA ഭേദഗതി കൊണ്ടുവരാൻ ഇന്ത്യൻ പാർലമെന്റ് തുനിയുന്നത്. ഇത് ക്രൈസ്തവർക്ക് നേരെയുള്ള വ്യക്തമായ ആക്രമണമാണ്. ബില്ല് ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെക്കുമെന്നും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ റൈലി മൂർ വ്യക്തമാക്കി. സർക്കാർ ഇതര സന്നദ്ധ സംഘടനകൾ, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മതപരമായ ബോഡികൾ എന്നിവ വിദേശ സഹായവും സംഭാവനകളും സ്വീകരിക്കുന്നതും വിനിയോഗിക്കുന്നതും നിയന്ത്രിക്കുന്ന 2010 FCRA നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താനാണ് കേന്ദ്ര സർക്കാർ പുതിയ ഭേദഗതി ബിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നിലവിലെ ചട്ടമനുസരിച്ച് ഇത്തരം സ്ഥാപനങ്ങൾ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഈ രജിസ്ട്രേഷൻ ഓരോ 5 വർഷം കൂടുമ്പോഴും പുതുക്കുകയും വേണം. ബില്ലിനൊപ്പമുള്ള പശ്ചാത്തലക്കുറിപ്പ് പ്രകാരം 2026 ജൂലൈ 15 കണക്കനുസരിച്ച് ഇന്ത്യയിൽ 14,449 സജീവ FCRA രജിസ്ട്രേഷൻ ഉണ്ട്. 22,498 രജിസ്ട്രേഷനുകൾ റദ്ദാക്കപ്പെടുകയും 15,212 എണ്ണത്തിന്റെ കാലാവധി കഴിയുകയും ചെയ്തിട്ടുണ്ട്. 2019 2022 ഇടയിൽ ഈ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനകൾ 55,741 കോടി രൂപയുടെ വിദേശ ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. തർക്കവിഷയമായി ഡെസിഗ്നേറ്റഡ് അതോറിറ്റി പുതിയ ഭേദഗതി ബില്ലിലെ ഏറ്റവും നിർണായകവും വിവാദപരവുമായ നിർദ്ദേശം കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തുന്ന ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ രൂപീകരണമാണ്. ഒരു സ്ഥാപനത്തിന്റെ FCRA രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടുകയോ ഉപേക്ഷിക്കുകയോ പുതുക്കി ലഭിക്കാതിരിക്കുകയോ ചെയ്താൽ അത്തരം സംഘടനകളുടെ വിദേശ ഫണ്ടും ആ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്വത്തുക്കളും ഏറ്റെടുക്കാനുള്ള കൈകാര്യം ചെയ്യാനുമുള്ള അധികാരം അതോറിറ്റിക്ക് വിപുലമായ രീതിയിൽ ലഭിക്കും. കൂടാതെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനായി കുറഞ്ഞ ഉപയോഗ പരിധിയും ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട്. മുൻപത്തെ 2 സാമ്പത്തിക വർഷങ്ങളിൽ 10 ലക്ഷം രൂപയിൽ കുറവ് വിദേശ ഫണ്ട് സ്വീകരിക്കുകയും ഉപയോഗിക്കുകയോ ചെയ്ത സ്ഥാപനങ്ങൾക്ക് ഇനി മുതൽ FCRA രജിസ്ട്രേഷൻ പുതുക്കി നൽകിയേക്കില്ല. വിദേശ സംഭാവനകൾ മറ്റ് സംഘടനകൾക്ക് കൈമാറുന്നതിനുള്ള കർശന നിയന്ത്രണങ്ങൾ, ഫണ്ട് വിനിയോഗത്തിനുള്ള കാലപരിധി, വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പ്രൊജക്റ്റുകളും വെളിപ്പെടുത്താനുള്ള മാനദണ്ഡങ്ങൾ എന്നിവയും ബില്ലിലുണ്ട്.